ആ പരിശുദ്ധമായ വദനം സാധുക്കളായ നമുക്കുമൊന്നു കാണണ്ടേ. ഈ റബീഉ അതിന് നമുക്ക് വേദിയാകണം. ഈ പരിശുദ്ധമായ റബീഉ അവസാനിക്കുമ്പോഴേക്ക് നമുക്ക് ആ ഹബീബിനെ കാണണം, ഒരുപാട് തവണ കാണണം, ആ മുഖഗമനം ആസ്വദിക്കണം. നമ്മുടെ മശായിഖന്മാരുടെ വസീലയിൽ നമുക്കത് കാണണം. അത് കാണാൻ കഴിയും കേട്ടോ. നല്ല മഹബ്ബത്തുണ്ടോ? അതേ സ്വലാത്ത് വർദ്ധിപ്പിച്ച് നല്ല ശുദ്ധിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടോ? ആശിക്കുന്നുണ്ടോ? മനസ്സ് തിടുക്കം കാണിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട രാജാവാരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പറയുന്നവരെന്തും പറയട്ടെ, മുത്ത് റസൂലിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്നെ ഒരാള് സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് എന്നെ തന്നെയാണ്. എന്റെ രൂപത്തില് ഞാനാണെന്ന് പറഞ്ഞിട്ടോ, ഞാനാണെന്ന് തോന്നിപ്പിച്ചിട്ടോ, ഞാനാണെന്ന് ധ്വനിപ്പിച്ചിട്ടോ, എന്റെ രൂപത്തിലോ ഒരു മേഖലയിലും എന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് പിശാചിന് കടന്നു വരാൻ ഒരു വഴിയുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പിശാചുവാദികളായ, ഏതൊക്കെ നശിച്ച നാവിന്റെ ഉടമകളായ, ഏതൊക്കെ വ്യാജന്മാരായ മൊയ്ലിയേക്കന്മാര് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരൻ കണ്ടാൽ പിശാചായേക്കാമെന്ന് ഏതൊക്കെ ആളുകൾ വിസർജിച്ചാലും അതൊക്കെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താണ്. ആ പറഞ്ഞവൻ ഹമാക്കത്ത് പറഞ്ഞവനാണ്. അവനാണ് ദുന്യാവിലെ ഏറ്റവും നമ്പർ 1 ഹമുക്കെന്ന് മനസ്സിലാക്കി അവന്റെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താക്കുക. അതിനെ നമ്മൾ അവഗണിക്കുക, അർഹിക്കുന്ന അവജ്ഞയോടെ വലിച്ചെറിയുക. അത് കേട്ടിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത്. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധാരണക്കാരായ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞങ്ങൾ കണ്ടാലും അത് റസൂലുള്ളയാണെന്ന് ഉറപ്പാക്കാൻ പറ്റൂലല്ലോ. അതൊരു തലകെട്ട് കെട്ടിയ മൊയ്ലിയേര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അവൻ മൊയ്ലിയേരല്ല, അവൻ മൊയ്ലിയേര കോലത്തിൽ വന്ന ഈ നൂറ്റാണ്ടിന്റെ ശാപമായ ദജ്ജാലാണ് കേട്ടോ. അവന്റെ ആ പിഴച്ച വാദം കേട്ടിട്ട് മുസ്ലിമീങ്ങളെ സ്വലാത്ത് ചൊല്ലൽ ഒഴിവാക്കണ്ട, സ്വലാത്ത് ചൊല്ലിക്കോ.